ആരാ? എവിടെന്നാ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ തേവർമഠത്തെ ദേവദത്തൻ. അയ്യോ ദേവൻ കുഞ്ഞോ, എന്റെ കാവലമ്മേ, എത്ര നാളായി കണ്ടിട്ട്. വാ, കേറി വാ. വാ കുഞ്ഞേ. കുഞ്ഞ് എപ്പോഴാ വന്നേ? ഞാൻ ഇന്നലെ എത്തി. കുട്ടൻ എവിടെ പോയി? കുട്ടൻ കടയിൽ പോയേക്കാ, ഇപ്പൊ വരും. ആ കുട്ടനല്ലേ വരുന്നേ? ഇതാരെ വന്നേക്കണേ നോക്കി. നമ്മുടെ ദേവൻ കുഞ്ഞ്. ദേവാ, എടാ ദേവാ. കുട്ടാ, നീ എന്നാടാ വന്നത്? ഞാൻ ഇന്നലെ എത്തിയടാ. എന്തൊക്കെ ഉണ്ടാ? എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്? നമുക്കൊന്ന് കറങ്ങിയാലാ? അമ്മേ, ഇതങ്ങോട്ട് വെച്ചോ, ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ഞാൻ പോയിട്ട് വാ. എടാ ദേവാ, ഇന്നലെ ഞാൻ നിന്നെ സ്വപ്നം കണ്ടടാ. നീ എന്ത് സ്വപ്നോടാ? അതൊക്കെ പറയാം, നീ വാ. ഇത് നിന്റെ പുതിയ കാറാണോടാ? അതേടാ കുട്ടാ, നീ കേറടാ. എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? ഭാര്യയ്ക്കും മക്കൾക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കണടാ. അതൊക്കെ പോട്ടെ, നീ എന്താടാ കൂട്ടാ കല്യാണം കഴിക്കാത്തത്? പറ്റിയില്ലടാ. എനിക്ക് ഈ നാടും നാട്ടുകാരും അമ്മയും വീടും പിന്നെ തേവർമഠവും ഇതൊക്കെയല്ലേ ദേവാ എൻ്റെ സന്തോഷം. ഒരു കണക്കിന് നീ പറഞ്ഞതാ ശരി. ബാംഗ്ലൂരിലെ തിരക്ക് പിടിച്ച ബിസിനസ് ലോകം. അവിടെ എല്ലാവരും പണത്തിന് പുറകെയാ. ആകെ കുറച്ച് സമയം മാത്രമേ കുടുംബമായിട്ടിരിക്കാൻ പറ്റൂ. ആ കുറച്ച് സമയം സംസാരിക്കുന്നത് പണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എവിടെയാ കുട്ടാ സന്തോഷം? ആ, അതൊക്കെ പോട്ടെ. അവരൊക്കെ എവിടെയാ? നമ്മുടെ വിനുക്കുട്ടനും കണ്ണനും. അവരുണ്ടെങ്കിൽ എൻ്റെ സന്തോഷം കംപ്ലീറ്റ് ആവും. അവരെയൊക്കെ നമുക്ക് വിളിക്കാം. ഏവാ, ഈ ഭാഗത്താ വിനുക്കുട്ടൻ്റെ പണിസ്ഥലം. വണ്ടി നിർത്ത്, ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വരാം. അവർക്ക് ബുദ്ധിമുട്ടാവോ കൂട്ടാ? എന്ത് ബുദ്ധിമുട്ട്? നീ വന്നു എന്ന് പറഞ്ഞാൽ അവൻ പറന്നു വരും. ഞാൻ വിളിച്ചിട്ട് വരാം. നീ പോയിട്ട് വാ. എടാ വിനുക്കുട്ടാ, എടാ വിനുക്കുട്ടാ, ഒരിടം വരെ പോകാനുണ്ട്. ഇവിടെ പണി തീർന്നില്ല, നീ പോ. എടാ തേവർമഠത്തിലെ ദേവൻ വന്നിട്ടുണ്ടടാ. ദേവനാ? ഏത്? നമ്മുടെ ദേവനാ? അതേടാ, നമ്മുടെ ദേവൻ. ദേ ഞാൻ എത്തിക്കഴിഞ്ഞു. പണി തീർക്കാനുള്ള വിനുക്കുട്ടാ, എന്റെ വേഷങ്ങളോട് നടക്കില്ലടാ. എന്റെ പൊന്ന് മേശ്ശേരി, ഇതിലും വലുതാണ് എന്റെ ദേവനും എന്റെ ചങ്ങാതിമാരും. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ടാറ്റാ. വിനുക്കുട്ടാ, വേഗം വാടാ. വിനുക്കുട്ടാ, ദേവാ, നീ കേറ്. ദേവാ, ഞാൻ കണ്ണനെ വിളിച്ചിട്ട് വരാട്ടോ. ആ പോയിട്ട് വാ, പോയിട്ട് വാ. ദേവാ, ഞാനേ കുറച്ച് വെള്ളം മേടിച്ചിട്ട് ഇപ്പോൾ വരാം. ആ, നീ പോയിട്ട് വാ. കണ്ണാ, കണ്ണാ, എന്താടാ? നമുക്കൊരു സ്ഥലം വരെ പോകണം. എനിക്ക് ഇച്ചിരി പണിയുണ്ടാ, തിരക്കടാ. ദേവൻ വന്നടാ. എപ്പോ? മാറിടാ, ദാ എത്തി. അവനെപ്പത്തി? എന്റെ വീട്ടിലേക്ക് രാവിലെ ഞാൻ വന്നത്. വേഗം വാ അണ്ണാ. ദാ വരണോടാ. ദേവാ, കണ്ണ, എപ്പത്തിടാ? എന്തൊക്കെയുണ്ടാ വിശേഷങ്ങൾ? അങ്ങനെ പോണടാ. കാലത്ത് വന്നതാ, അപ്പൊ തന്നെ ഉമ്മാരെയും കൂട്ടി നിന്നെ കാണാൻ ഇറങ്ങിയതാ. എന്നാ നമുക്ക് പോയാലോ? ആ, പിന്നെന്താ, വാ പോവാം. എന്റെ പൊന്നു കൂട്ട കേറ്. കേറ് കൂട്ടാ, നീ കേറടാ, മുമ്പിൽ കേറ്. ദേവാ, കഴിഞ്ഞ കാവിലെ ഉത്സവത്തിന്റെ അന്ന് കണ്ടല്ലേടാ നിന്നെ? ശരിയാ വിനുക്കുട്ടാ. ദേവാ, ഇനി എന്താ പരിപാടി? ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഇവിടെയൊക്കെ നടക്കുമ്പോഴുള്ള സുഖം അത് ബാംഗ്ലൂരൊന്നും കിട്ടില്ല കാണാ. ദേവാ, ഇന്ന് കാവിലെ വിളക്കാ, ഇന്ന് പോകണ്ടേ? പിന്നെ പോണ്ടേ കൂട്ടാ, കാവിലെ വിളക്ക് മറക്കാൻ പറ്റുമോ? ദേവാ, ഈ വഴി നിനക്ക് ഓർമ്മയുണ്ടോടാ? അവൻ ഓർമ്മയില്ലാണ്ടിരിക്കോ വിനുക്കുട്ടാ? ഒന്ന് പോടാ കണ്ട. ഇവിടെയല്ലേടാ ദേവാ നീ മാലദീനയും കാത്തു നിൽക്കാറ്? അതൊക്കെ ഒരു കാലമല്ലടാ. ഒന്ന് പോടാ വിനുക്കുട്ടാ.
ഇതൊക്കെ അല്ലടാ സന്തോഷം, അല്ലാതെ ബാംഗ്ലൂരിലെ തിരക്ക് പിടിച്ച ജീവിതമൊന്നുമല്ല. മണ്ണിൻ്റെ മണം, ബന്ധങ്ങൾ, ചങ്ങാതിമാർ, ഇതൊക്കെ അല്ലടാ വേണ്ടത്. കുറച്ച് ദിവസം എനിക്ക് നിങ്ങളോടൊപ്പം സന്തോഷമായിട്ട് കഴിയണം. അതൊക്കെ പോട്ടെ കുട്ടാ, നല്ല കള്ള് കിട്ടുമോ? പിന്നെ നാളെ നിന്റെ വീട്ടിൽ കൂടിയാലോ? അത് നമുക്ക് ശരിയാക്കടാ. ആ കുട്ടാ, കാവിലെ ഉത്സവം നീ ഓർക്കുന്നുണ്ടോ? എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. നീയൊന്നും മറന്നില്ലല്ലോ അല്ലേ? അങ്ങനെ മറക്കാൻ പറ്റുമോ? എങ്ങനെ മറക്കാനാ? വടക്കേതിലെ മാലതീനെ കല്ലെറിഞ്ഞത് ഓർമ്മയുണ്ടോ? എന്ത് പൊല്ലാപ്പായിരുന്നു. അതൊക്കെ ഒരു കാലം. ദേവാ, 27-ാം തീയതി അമ്പലത്തിൽ ഉത്സവം. ആ ദേവ എപ്പോ വന്നായിരുന്നു? രാവിലെ എത്തി. ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നന്നായിട്ടിരിക്കണം, സുഖമായിട്ടിരിക്കണം. കുട്ട അമ്മ അന്വേഷിച്ചായിരുന്നു, വീട്ടിൽ ഇച്ചിരി പണിയുണ്ട്. കുട്ടനെ ഇനി കുറച്ച് ദിവസത്തേക്ക് പ്രതീക്ഷിക്കണ്ട. എന്നാ ശരിയെന്നാ നടക്കട്ടെ. അപ്പൊ 27-ാം തീയതി അമ്പലത്തിലെ ഉത്സവം. ദേവാ, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ ദേവാ. വിശ്വസിക്കണോടാ, ഇതാണ് സത്യമുള്ള ബന്ധം. ദേവാ, നീ വന്നപ്പോ ഉണ്ടല്ല, മനസ്സിന് എന്ത് സന്തോഷാന്നറിയാമോടാ. വീനുകുട്ടാ, നീ പറഞ്ഞ ശരിയാടാ. കുട്ടാ, നാളെ ഞാൻ പോവാ. നീ ആ തത്തമ്മ പാട്ടൊന്ന് പാടറാ, എനിക്കൊന്ന് കേക്കണം. പാടാടാ. വിനുക്കുട്ടാ, നീ റെഡിയല്ലേടാ? ഓക്കെ അല്ലടാ ഞാൻ. കണ്ണാ റെഡിടാ. തത്തമ്മേ തത്തമ്മേ നീ പാടിയാൽ അത്തിപ്പഴം ഞാൻ തരാം, നീ വന്നാൽ പുന്നലിൻ ചോറു തരാം. തത്തമ്മേ തത്തമ്മേ നീ പാടിയാൽ അത്തിപ്പഴം ഞാൻ തരാം, നീ വന്നാൽ പുന്നലിൻ ചോറു തരാം. പച്ചിച്ച പാടത്ത് പിച്ച വെച്ച് നടക്കുമ്പോൾ, പച്ചിച്ച പാടത്ത് പിച്ച വെച്ച് നടക്കുമ്പോൾ അത്തിപ്പഴം ഞാൻ തരാം, നീ വന്നാൽ പുന്നലിൻ ചോറു തരാം. ചക്കരമാവിൻ്റെ കൊമ്പിലിരുന്നൊരു, ചക്കരമാവിൻ്റെ കൊമ്പിലിരുന്നൊരു കിന്നാരം പറഞ്ഞു തരാം, നീ വന്നാൽ പുന്നലിൻ ചോറു തരാം. കുട്ടാ, ദേവൻകുഞ്ഞിന് പോകണ്ടേ? കുഞ്ഞിനെ വിടാൻ നോക്കിക്കേ. ദേവാ, നീ പൊയ്ക്കോടാ, പൊയ്ക്കോ. ഞാൻ പോവാടാ, സമയം കിട്ടുമ്പോൾ ഞാൻ ഓടി വരാം. ദേവാ, ഞാൻ പോണടാ. നീ പോണത് കാണാൻ എനിക്ക് വയ്യടാ. ഒരു വണ്ടി തരാണ്ട് ഇച്ചി തിരക്കാം. നിക്കടാണ്, ഞാനുണ്ട്. എനിക്ക് ആ വടക്കടുത്ത് കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ പണിയുണ്ട്. ഞാൻ പോവുക. കുട്ടാ, ഞാൻ പോയിട്ട് വരാം. കുട്ടാ, നാളെ പണിക്ക് വന്നോട്ടാ. ജന്മനാടിൻ്റെ മണവും കളിക്കൂട്ടുകാരുമൊത്തുള്ള സന്തോഷവും എല്ലാം മാറ്റി നിർത്തി ദേവൻ വീണ്ടും സ്വന്തം ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് മനസ്സില്ലാ മനസ്സോടെ മടങ്ങി.